ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എത്ര നേരം കൊണ്ട് ഈ ഒരു സാധനം പറയാമെന്നറിയാമോ? എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ല ഒന്നും അങ്ങോട്ട് പറയാൻ. നമ്മളൊരു വ്ളോഗ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് പറഞ്ഞു പോകും, ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു പോകും. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടൻറ് ഇല്ല, അത് തന്നെയാണ് പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ ഹൂ ആയാം വാട്ടായാം, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്. ബിക്കോസ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. എനിക്ക് 1000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇതുവരെ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ വന്നിട്ട് എന്നെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എന്താണെന്നും ഞാൻ എവിടെയാണെന്നും ഒക്കെ. പക്ഷേ ഞാനായിട്ട് വന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് ഒരു ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ വിചാരിച്ചു. സോ അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നേക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ബ്ലാ 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 പറഞ്ഞ് ഭയങ്കര ലാഗാക്കുന്നില്ല, നിങ്ങൾക്കും ബോറടിക്കും, കാരണം അറിയാലോ. അപ്പം വീഡിയോയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ നിൽക്കുക, അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവുക, വാട്ടെവർ എന്തെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പം ഗൈസ്, ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പറയാലോ. നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ അതേ നെയിം തന്നെയാണ് എൻ്റെ നെയിമും, നിള സുധാകർ TS. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതുമ്പം NILA എന്ന്, അത് നില എന്ന് വായിക്കും. പക്ഷെ മലയാളത്തിൽ ളായാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ പേളിമാണിയുടെ കുഞ്ഞ് വന്നപ്പോൾ അവളുടെ പേര് നില എന്നാണ്. അപ്പോൾ എന്നോട് എപ്പോഴും, ഞാൻ എല്ലാവരുടെ അടുത്തും പോയി പേര് പറയുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നിലയാണോ? ഞാൻ നിലയല്ല, ളായാണ്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ NILA നില എന്ന്, അത് രണ്ടും സെയിമാണ്. പക്ഷെ മലയാളത്തിലോട്ട് വരുമ്പോൾ ളായാണ്. അവൾ നിലയാണ്, ഞാൻ നിളയാണ്. ഓക്കെ, അപ്പം അതിനൊരു ക്ലാരിറ്റി തന്നല്ലോ. പിന്നെ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ നാടെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആറന്മുള നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഫേമസ് ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളസദ്യ, അതൊക്കെയുള്ള മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് ഗൈസ്. സോ ഐ എം ബേസിക്കലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ 4 വർഷം കണ്ണൂർ AKG കോളേജിൽ ബാച്ചിലേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഗ്രാൻഡ് മദർ, പിന്നെ ചേട്ടൻ, ചേച്ചി, അമ്മ, എല്ലാവരും ഉണ്ട്. ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 2 വർഷമാകാൻ പോകുന്നു എൻ്റെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം 2 വർഷമാകാൻ പോയിട്ട് ഇതുവരെ എനിക്കൊരു പ്രോപ്പറായിട്ടൊരു യൂട്യൂബിലൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മടി എന്ന് പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ്, എല്ലാത്തിനോടും മടിയാണ്. അത് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ പല വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലീസൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്ക് ഇടെന്ന് പറയുമ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറയും, നിന്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, നീ ഇടുന്നില്ലേ, നീ ഭയങ്കര പുറമോട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറയും, എടാ എനിക്ക് വയ്യ, എനിക്ക് മടിയാണ്. പറയും, പറ്റത്തില്ല വീഡിയോ ഇടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്തിടാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കുറേ എന്തൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സത്യം പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊന്നും മൈൻഡാക്കേണ്ട, അതൊക്കെ വിട്ടേക്ക്. അപ്പോൾ ഈ 2 വർഷമായിട്ടും എനിക്ക് യൂട്യൂബിനെ ഒന്ന് വളർത്താൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം മടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ് ഇല്ലാത്തതാണ്. ഞാൻ കോളേജ് ലൈഫിലായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കണ്ടൻറ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കോളേജ് ലൈഫ് വെച്ചാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് കളിയായിരുന്നു. എനിക്ക് ക്യാമറ എടുത്ത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടില്ല യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓരോരുത്തർ എൻ്റെ സർക്കിളിലുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുത്തിടുമ്പോൾ അങ്ങനെ കണ്ടറിഞ്ഞാണ് ഓരോരുത്തർ വന്ന് സബ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു വീഡിയോ 100K മുകളിൽ പോയപ്പോഴാണ് എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വന്നത്, പുറത്തു വന്ന്. അപ്പം അങ്ങനെ എനിക്കൊരു 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോഴാണ് എനിക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ് ആയത്, നമുക്ക് കുറച്ചുകൂടി വീഡിയോ ചെയ്യാം. 1000 സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ
ചാനൽ എൻ്റെ അറിയാവുന്ന ഫ്രണ്ട്സിനോടത്തും ഫാമിലീസിൻ്റെ അടുത്തുമൊക്കെ കൊടുത്ത് സബ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നത്. അപ്പോൾ ഗൈസ് ആ ഫ്ലോയ്ക്ക് അങ്ങോട്ട് വന്നപ്പോഴാണ് വീട്ടിലാരോ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ 1000 സബ് അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മടിയായി ഗൈസ്. പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ 1000 തികഞ്ഞിട്ട് വേണം നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ. പക്ഷേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. 1000 അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കോട്ടായി. ഈ 1000 ആക്കുന്നത് വരെ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഷോർട്സ് ഇത് ഷോർട്സിലൂടെയാണ് നമുക്ക് കൂടുതൽ സബിനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ലോങ് വീഡിയോസിനെക്കാട്ടിലും ഷോർട്സിലൂടെയാണ് കൂടുതൽ സബിനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷെ ഞാൻ 1000 അടിച്ചത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ഇടുന്നില്ല. ഒരു 2-3 മാസം ഒന്നും ഇടാതെ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ ഞാൻ കിടത്തിക്കളഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ മെസ്സേജ്, നീ എന്താ വീഡിയോസ് ഇടാത്തി, നിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, നീ എന്താ ഇടാത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കവൾ മെസ്സേജ്. അവളിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സ്നേഹ, സന്തോഷ്. അപ്പോൾ അവളുടെ ആ ഒരു പ്രേരണയിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് പിന്നെയും. അപ്പോൾ എനിക്കോർത്ത് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന ഒരു 5 പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ പിന്നെയും വീഡിയോസൊക്കെ ഇട്ടു. പിന്നെയും ഗ്യാപ്പ് അടുപ്പിച്ചു, പിന്നെയും വീഡിയോസ് ഇടും, പിന്നെയും ഗ്യാപ്പാക്കും. എനിക്കാണെങ്കിൽ വാരി വലിച്ച് വീഡിയോസ് ഇടുന്നത് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഇഷ്ടമല്ലെന്നല്ല, എനിക്ക് ഒരു കണ്ടൻറ് ഇല്ലാതെ നമ്മളിങ്ങനെ ആക്രിയെല്ലാം വലിച്ച് വാരി ഇടുന്നത് കൊണ്ട് ഇടാൻ എനിക്ക് താല്പര്യമില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എൻ്റെ വീഡിയോ ലേറ്റ് ആക്കുന്നത്. പിന്നെ ലോങ് വീഡിയോസ് ഇടാനായിട്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റും ഇല്ല. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് എന്ത് കണ്ടൻറ്റ് കിട്ടാനാണ്? കുക്കിംഗ് വീഡിയോസ് ചെയ്യാനാണേലും എനിക്ക് ഒത്തിരി താല്പര്യമാണ് കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ. പക്ഷെ മടിയാണ്. ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ, ഡാൻസ് വീഡിയോസ്, എല്ലാത്തിനും കഴിവുണ്ട് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വരുന്നില്ല. എന്താ പറയുക, ഒരു ഇത് വരുന്നില്ല. അത് തന്നെ. അങ്ങനെ പിന്നെയും ഞാൻ ഗ്യാപ്പ് അടിപ്പിച്ചു. പിന്നെയും വീഡിയോ ഇടും, പിന്നെയും ഗ്യാപ്പാക്കും. സത്യം പറയാലോ ഗൈസ്, ഞാൻ ഗ്യാപ്പ് അടിക്കാതെ കണ്ടിന്യൂസ് ഒരു വീഡിയോസ് ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ നിൽക്കേണ്ടതാണെന്ന് ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും. ഞാൻ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് 10K 20K ഒക്കെ ഉണ്ടെങ്കിലും ഷോർട്സിലും ലോങ് വീഡിയോസിലൊക്കെ വളരെ വ്യൂസ് കുറവാണ്. 58, 68 ഒക്കെയാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസും ഉണ്ട്. എല്ലാ വീഡിയോസും 1Kക്ക് മുകളിൽ തന്നെ പോകുന്നുണ്ട്. ലോങ് വീഡിയോസ് ഇടുവാണെങ്കിൽ 100നും മാക്സിമം 200ന് മുകളിലായിട്ട് പോകുന്നുമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടെന്നാൽ പിന്നെ എനിക്ക് ചെയ്തുകൂടാ? എന്തുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ട് മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി പൈസ കിട്ടിക്കൂടാ? ഇപ്പോഴും ചിലരുടെ വിചാരം എനിക്ക് പൈസ കിട്ടി ഞാൻ വലിയ ആളാണെന്നാണ്. ഒന്നുമല്ല. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നിങ്ങൾ 50 രൂപ താടി, 100 രൂപ താടി, നീ വലിയ യൂട്യൂബർ അല്ലേ, നിൻ്റെ പൈസയൊക്കെ ഇല്ലേ? അവരൊക്കെ വിചാരം യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പൈസ ഇങ്ങനെ വരുമെന്നാണ്. പക്ഷെ അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആക്കണം. ഷോർട്സിനാണെങ്കിൽ 3 മില്യണോ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കണം. പിന്നെ 1000+ സബ്സ്ക്രൈബേഴ്സ് വേണം. ഇപ്പോൾ 500 അങ്ങോട്ട് ആക്കിയെന്ന് പറയുന്നത് കേട്ടോ, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് കടമ്പേ കടന്നിട്ടുള്ളൂ, 1000 കടന്നതേ ഉള്ളൂ. എനിക്കിനി ലോങ് വീഡിയോസിലൂടെ 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആക്കണം. ഷോർട്സിലാണെങ്കിൽ 3 മില്യൺ കംപ്ലീറ്റ് ആക്കണം. അത് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിനും കൂടിയാണ് ഈ വീഡിയോയ്ക്ക് മുമ്പിലിട്ട് വന്നത്. ഈ വർഷം 2026 ആയപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഈ വർഷമെങ്കിലും പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്ത് ഈ വർഷം ലാസ്റ്റെങ്കിലും മോണിറ്റൈസേഷൻ ഒന്ന് ഓൺ ആക്കണമല്ലോ. കാരണം നമ്മൾ ചുമ്മാ വീഡിയോ ഇട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നുമല്ല ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിലൂടെ വ്യൂവേഴ്സ് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഹരമായി. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്കൂടി എന്തെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. അപ്പോൾ ഈ വർഷമെങ്കിലും എനിക്ക് മോണിറ്റൈസേഷൻ ഒന്ന് ഓണാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഗൈസ്. കാരണം എൻ്റെ ചെറിയ കണ്ടൻറ്റ് പോലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാണാൻ നോക്കുക. പറ്റുമ്പോഴൊക്കെ നമുക്ക് ആരും ഫോഴ്സ് ചെയ്ത് കാണിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ആർക്കും ഇന്ന് വരെ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടില്ല, ഇരുന്ന് കാണണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലും ഇടുന്നത് വരെ എനിക്ക് മടിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ്
നീ ഇടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുമ്പോൾ ഞാൻ ഇടുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ഷോർട്സ് ഒന്നും ഇതുവരെ വാട്സപ്പിലിട്ടില്ല. എന്തെങ്കിലും ലോങ് വീഡിയോസ് ഇടുമ്പോൾ മാത്രമേ ഞാൻ വാട്സപ്പിലും യൂട്യൂബിലും കൊടുക്കാറുള്ളൂ, ഇൻസ്റ്റയിലും കൊടുക്കാറുള്ളൂ. എനിക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ വർഷം എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ എന്നെ അറിയാത്ത കുറേ ആൾക്കാർ എൻ്റെ സബ്ബാണ്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ഈ വർഷം എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബിനെ ഒന്ന് എനിക്ക് ഗ്രാഫ് മുകളിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എനിക്കും, ഞാൻ ഒരു വലിയ കണ്ടൻറ് ക്രിയേറ്ററോ അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കുന്ന ആളോ ഒന്നുമല്ല. എനിക്ക് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും സബ് അടിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. പക്ഷെ എന്നെപ്പോലെ ഇങ്ങനെ മടി ഇരുന്നാൽ പൈസയൊന്നും കിട്ടത്തില്ല. പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ, നീ എങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേ? ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ പണിയൊക്കെ ഇല്ലേ? അങ്ങനെ കുറേ പേര് ചോദിക്കലുണ്ട്. ഒരു പണിയില്ല. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബിലൊരു ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. വിശദമായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹോം പേജ് അല്ല, അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ സൈഡിലായിട്ടൊരു ഇതില്ലേ, അതിൽ നമ്മുടെ ഇമെയിലിനകത്ത് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. അതിൽ താഴത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോ ഒന്ന് ഇട്ടാൽ മതി, അത് കയറിപ്പോക്കോളും. വീഡിയോ ഇടാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന അതുപോലെ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ ഇടുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ചില വീഡിയോസിനും പാട്ടൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ അടിക്കലുണ്ട്. അതായത് യൂട്യൂബ് അംഗീകരിക്കാത്ത പാട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് അല്ലാത്ത പാട്ടോ ആണെങ്കിൽ യൂട്യൂബ് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട്, ഇതുവരെ ഞാൻ യൂട്യൂബിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. എഡിറ്റിങ് ശരിക്കും പഠിച്ചിട്ടില്ല. കുറേ പേരിനോട് പറഞ്ഞിട്ടുണ്ട് എഡിറ്റിങ് ശരിയാക്കണം. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു തട്ടിപ്പോക്ക് കൂട്ടുന്നതൊക്കെ ഇപ്പോൾ പിന്നെയും കുറച്ച് ഞാൻ പഠിച്ച് വരുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ചുമ്മാ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറിക്കോളും. അപ്പോൾ എനിക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. അപ്പം എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും തരിക. ഞാൻ ഇനിയും പ്രോപ്പറായിട്ട് എപ്പോഴും എന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും വീഡിയോസ് ഷോർട്സ് എന്നും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ലോങ് വീഡിയോസ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻറ് ഇല്ലാത്ത ലോങ് വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടത്തില്ല. അപ്പോൾ ഇനി മാക്സിമം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ലോങ് വീഡിയോസ് ഇടാൻ എനിക്ക് ശ്രമിക്കണം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ മെസ്സേജ് അയയ്ക്കുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നില. ടാറ്റാ.